സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിൽ 6 വേദികളിലാണ് പ്രധാന മത്സരങ്ങൾ നടന്നത്. 1-5 വേദികളിലാണ് ജനപ്രിയ മത്സരങ്ങൾ അരങ്ങേറിയത്. നാടാകെ വെളിച്ചം വിതറി നിലമ്പൂർ നഗരസഭയിൽ മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ തെളിഞ്ഞു. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ലൈറ്റുകൾ സ്വിച്ച് ഓൺ ചെയ്തു. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള സംവരണം തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. നിലമ്പൂർ നഗരസഭയിൽ ഇനി വനിതാ ചെയർപേഴ്സൺ. തേൾപ്പാറ TK നഗറിലെ പൂന്തോട്ടക്കടവിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൊമ്പനാനയാണ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പോത്തുകല്ലിലെ സമ്പൂർണ്ണ ഭൗമവിവര പഞ്ചായത്തായി മാറ്റുന്നതിന്റെ ഭാഗമായി ഡ്രോൺ മാപ്പിംഗ് ആരംഭിച്ചു. ഡ്രോൺ മാപ്പിംഗിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ഡ്രോൺ പറത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിൽ 6 വേദികളിലാണ് പ്രധാന മത്സരങ്ങൾ നടന്നത്. 1-5 വേദികളിലാണ് ജനപ്രിയ മത്സരങ്ങൾ അരങ്ങേറിയത്. വേദി 1 വിവിധ വിഭാഗം നാടോടി നൃത്തം, പൂരക്കളി, മാർഗംകളി, പരിചമുട്ട്, നങ്ങ്യാർകൂത്ത്, ചവിട്ട് നാടകം എന്നീ മത്സരങ്ങളും. വേദി 2 വിവിധ വിഭാഗം തിരുവാതിരക്കളി, സംഘനൃത്തം, നാടോടി നൃത്തം, കേരള നടനം എന്നീ മത്സരങ്ങളുമാണ് നടക്കുന്നത്. വേദി 4 നാട്യകലകൾ അരങ്ങേറി. വേദി 5 ദഫ്മുട്ട്, അർബനമുട്ട്, വട്ടപ്പാട്ട്, കോൽക്കിളി എന്നീ മാപ്പിള കലാരൂപങ്ങളും. വേദി 6 കഥാപ്രസംഗം, ഓട്ടൻതുള്ളൽ, കഥകളി, ചാക്യാർകൂത്ത്. വേദി 7 ലളിതഗാനം, സംഘഗാനം എന്നിവയും നടക്കും. മറ്റു വേദികളിൽ വിവിധ വിഭാഗത്തിന്റെ പദ്യം ചൊല്ലൽ മത്സരങ്ങളാണ് നടക്കുന്നത്. ഉപജില്ലാ കലോത്സവത്തിന്റെ 4ാം ദിവസമായ വ്യാഴാഴ്ച അറബിക്, സംസ്കൃതം വിഭാഗങ്ങളിലെ മത്സരങ്ങളാണ് നടക്കുവാനുള്ളത്. നാടാകെ വെളിച്ചം വിതറി നിലമ്പൂർ നഗരസഭയിൽ മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ തെളിഞ്ഞു. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ലൈറ്റുകൾ സ്വിച്ച് ഓൺ ചെയ്തു. ഈ ഭരണസമിതി 5 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. നഗരസഭയിലെ പാട്ടരാക്ക, സ്കൂൾ കുന്ന്, പാടിക്കുന്ന് എന്നിവിടങ്ങളിലാണ് പുതിയ മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചത്. കൌൺസിലർമാർ, പ്രദേശവാസികൾ എന്നിവർ ചടങ്ങുകളിൽ സംബന്ധിച്ചു. സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള സംവരണ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. നിലമ്പൂർ നഗരസഭയിൽ ഇനി വനിതാ ചെയർപേഴ്സൺ. കരുളായി പഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീ പ്രസിഡന്റാവും. ചുങ്കത്തറ, ചോക്കാട് പഞ്ചായത്തുകളിൽ പട്ടികജാതി പ്രസിഡന്റും, എടക്കര, മൂത്തേടം, തിരുവാലി, മമ്പാട്, പോരൂർ, കാളികാവ്, അമരമ്പലം, എടവണ്ണ പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് സ്ഥാനം സ്ത്രീകളുമായിരിക്കും. ഇന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ വെച്ച് നടന്ന നറുക്കെടുപ്പിലാണ് സംവരണം തീരുമാനമായത്.
തേൾപ്പാറ TK നഗറിലെ പൂന്തോട്ടം കടവിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൊമ്പനാനയെയാണ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് കൊമ്പൻ ചെരിഞ്ഞതെന്ന് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഡോക്ടർ ശ്യാം, ഡോക്ടർ നൌഷാദ് അലി എന്നിവരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടക്കും. ആനയുടെ കാലിനാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകുന്നേരമാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കൊമ്പുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. പോത്തുകല്ലിനെ സമ്പൂർണ്ണ ഭൗമവിവര പഞ്ചായത്തായി മാറ്റുന്നതിന്റെ ഭാഗമായി ഡ്രോൺ മാപ്പിംഗ് ആരംഭിച്ചു. ഡ്രോൺ മാപ്പിംഗിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ഡ്രോൺ പറത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യരാജൻ നിർവഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ നിർമ്മിതികളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും വിവരങ്ങൾ വിവിധ തരത്തിലെ മാപ്പുകളാക്കും. ഡ്രോൺ മാപ്പിംഗിലൂടെയും നേരിട്ടുള്ള വിവരശേഖരണത്തിലൂടെയുമുള്ള വിവരങ്ങൾ ജിയോ മാപ്പിംഗ് നടത്തിയാണ് ഭൗമവിവര സംവിധാനം ഏർപ്പെടുത്തുന്നത്. ജലസ്രോതസ്സുകൾ, റോഡുകൾ, കെട്ടിടങ്ങൾ, തെരുവ് വിളക്കുകൾ, കുടിവെള്ള പൈപ്പുകൾ, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ, കുളങ്ങൾ, തോടുകൾ, കിണറുകൾ, പാലങ്ങൾ എന്നിവ ഡ്രോൺ ഉപയോഗിച്ച് വിവരശേഖരണം നടത്തും. കെട്ടിടങ്ങളുടെ വിസ്തീർണം, കുടുംബാംഗങ്ങളുടെ പൊതുവിവരങ്ങൾ എന്നിവ നേരിട്ട് ശേഖരിക്കും. പൂർത്തിയാക്കുന്നതോടെ പഞ്ചായത്തിലെ എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്ന വെബ് പോർട്ടലും പ്രവർത്തനക്ഷമമാക്കും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആണ് പ്രോജക്ട് നിർവഹണ ചുമതല. 40 വയസ്സ് പ്രായം വരുന്ന കൊമ്പനാനയുടെ ജഡാവശിഷ്ടങ്ങൾ കണ്ടെത്തി. നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ കാരീരി വനഭാഗത്തെ മാങ്ങാണ്ടിപ്പാടം ഭാഗത്ത് നിന്നാണ് ജഡം കണ്ടെത്തിയത്. നിലമ്പൂർ സൗത്ത് ഡിവിഷൻ കരുളായി റേഞ്ച് നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ കാരീരി വനഭാഗത്തെ മാങ്ങാണ്ടിപ്പാടം ഭാഗത്ത് നിന്നാണ് ജഡം കണ്ടെത്തിയത്. ജഡത്തിന് 2 മാസത്തോളം പഴക്കമുണ്ട്. സ്വാഭാവിക മരണമാണെന്നാണ് പ്രാഥമിക നിഗമനം. ചാലിയാർ പഞ്ചായത്തിലെ അമ്പുമല ഉന്നതിയിലെ പഠനം മുടങ്ങിയ 19 വിദ്യാർത്ഥികളും സ്കൂളിൽ തിരികെ എത്തി. തിരികെ പദ്ധതി പ്രകാരം ITDP കുട്ടികൾക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിന് വിമുഖത കാട്ടിയ കുട്ടികൾ പുതിയ സ്കൂളുകളിൽ പ്രവേശനം നേടിയത്. ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ ദിലീപ് കെ കൈനിക്കരയുടെ നേതൃത്വത്തിൽ ITDP വിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം, ജനമൈത്രി എക്സൈസ്, കേരള മഹിളാ സഖ്യ സൊസൈറ്റി, കീസ്റ്റോൺ ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളും പൊതുപ്രവർത്തകരും NGOകളും നടത്തിയ നിരന്തര ശ്രമത്തിന്റെ ഫലമായി ഇടിവണ്ണ സെന്റ് തോമസ് UP സ്കൂളിൽ 4 കുട്ടികളും, ഇടിവണ്ണ എസ്റ്റേറ്റ് ഗവൺമെന്റ് LP സ്കൂളിൽ 7 കുട്ടികളും, എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8 കുട്ടികളുമാണ് പ്രവേശനം നേടിയത്. കുട്ടികൾക്ക് പാഠപുസ്തകം, യൂണിഫോം, പ്രഭാത ഭക്ഷണം, സ്കൂൾ ബാഗ്, മറ്റ് പഠനോപകരണങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുമെന്ന് നിലമ്പൂർ AEO ജേക്കബ് സത്യൻ അറിയിച്ചു. നിലമ്പൂർ AEO ജേക്കബ് സത്യൻ, ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ M മനോജ് കുമാർ, ഇടിവണ്ണ എസ്റ്റേറ്റ് JLP സ്കൂൾ പ്രധാനാധ്യാപകൻ മനോജ് കുമാർ, ഇടിവണ്ണ സെന്റ് തോമസ് UP സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു ജോർജ്, ട്രൈബൽ പ്രൊമോട്ടർ രാധിക രാമൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ റഷീദ് ഇല്ലിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അമ്പുമലയിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിച്ചത്. എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക റോഷ്നിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ കുട്ടികളെ സ്വാഗതം ചെയ്തു. വീട്ടിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. 280 ഗ്രാം കഞ്ചാവുമായി പൂങ്ങോട് ചിറ്റിയിൽ സ്വദേശി പാലത്തിങ്ങൽ സഫ്വാനെയാണ് കാളികാവ് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത്. പ്രതിയുടെ വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് CIK അനുദാസിന്റെ നേതൃത്വത്തിൽ ഇന്നുച്ചയ്ക്ക് 1 മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. 500 രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് വീടിന് സമീപം വെച്ചാണ് പ്രതി കഞ്ചാവ് കൈമാറിയിരുന്നത്. ലഹരി ഉപയോഗിച്ചതിന് പ്രതിക്കെതിരെ മുൻപ് കാളികാവ്, പാണ്ടിക്കാട് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. SI അൻവർ സാദത്ത്, ASI സ്മിത, സീനിയർ CPOമാരായ ഷൈജു K, സബീർ അലി, റിയാസ് ബാബു, ഡാൻസർ അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, ടി നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേരള വനം ഗവേഷണ കേന്ദ്രം കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ധനസഹായത്തോടെ നടത്തുന്ന മലപ്പുറം ജില്ലയിലെ പ്രത്യേക ദുർബല ഗോത്ര വിഭാഗങ്ങളുടെ ഉപജീവന രീതികൾ മെച്ചപ്പെടുത്തുന്നതിനുവേണ്ടി നിലമ്പൂരിൽ സ്ഥാപിക്കപ്പെടുന്ന ശാസ്ത്ര സാങ്കേതിക ന്യൂനത ആശയ കേന്ദ്രത്തിന്റെ ഭാഗമായി ഒള്ളേധാരി എന്ന പേരിൽ സംഘടിപ്പിച്ച ദ്വിദിന ആസൂത്രണ ശില്പശാല സമാപിച്ചു. നിലമ്പൂർ പാർക്ക് റെസിഡൻസി ഹോട്ടലിൽ നടന്ന ശില്പശാലയിൽ നിലമ്പൂർ മേഖലയിലെ ഗോത്ര സമുദായങ്ങളായ ചോലനായ്ക്കൻ, കാട്ടുനായ്ക്കൻ എന്നീ വിഭാഗങ്ങളുടെ
പ്രതിനിധികളെ കൂടാതെ സമാന വികസന പദ്ധതികൾ നടപ്പാക്കുന്ന നബാർഡ്, കീസ്റ്റോൺ ഫൗണ്ടേഷൻ, മഹിളാ സമഖ്യ സൊസൈറ്റി, നിലമ്പൂർ വനം ഡിവിഷൻ, തൊടുവെ കമ്മ്യൂണിറ്റി ഫൗണ്ടേഷൻ, ജൻശിക്ഷൻ സംസ്ഥാൻ, IRTC, MES മമ്പാട് കോളേജ് എന്നീ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും പങ്കെടുത്തു. നിലമ്പൂർ മേഖലയിലെ PVTG വിഭാഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന വിവിധ ഉപജീവന മാർഗ പദ്ധതികളും KFRI പദ്ധതിയുമായുള്ള സഹകരണ സാധ്യതകളും ചർച്ച ചെയ്തു. തുടർന്ന് വനാവകാശ നിയമം 2006 ഭാഗമായുള്ള ആവാസ വ്യവസ്ഥ, അവകാശങ്ങളെക്കുറിച്ചുള്ള പരിശീലനം ചോരനായ്ക്കൻ, കാട്ടുനായ്ക്കൻ PVTG പ്രതിനിധികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുകയുണ്ടായി. വിവിധ ഊരുകളിൽ നിന്നായി 40ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. ദ്വിദിന ശില്പശാലയ്ക്ക് KFRI ശാസ്ത്രജ്ഞന്മാരായ ഡോക്ടർ TV സജീവ്, ഡോക്ടർ M അമൃത്, MES മമ്പാട് കോളേജ് പ്രൊഫസർ ഡോക്ടർ KS അനൂപ് ദാസ് എന്നിവർ നേതൃത്വം നൽകി. വനാവകാശ നിയമത്തിലെ ആവാസ വ്യവസ്ഥ, അവകാശങ്ങളെക്കുറിച്ചുള്ള പരിശീലന പരിപാടി ടിജു C തോമസ് നയിച്ചു. എരിഞ്ഞമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠന പോഷണ പദ്ധതി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA കരീം ഉദ്ഘാടനം ചെയ്തു. മുന്നേറ്റം നേടാനുണ്ട് പുതിയ ആകാശങ്ങൾ എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുന്നേറ്റം നേടാനുണ്ട് പുതിയ ആകാശങ്ങൾ എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P മനോഹരൻ പ്രതിഭകളെ ആദരിച്ചു. വണ്ടൂർ വിദ്യാഭ്യാസ ഓഫീസർ V അനിത മുഖ്യപ്രഭാഷണം നടത്തി. ഡയറ്റ് പ്രിൻസിപ്പൽ ബാബു വർഗീസ് പദ്ധതി വിശദീകരണം നൽകി. BRC ട്രെയിനർ MP ഷീജ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഹാരിസ് ആട്ടീരി അധ്യക്ഷനായിരുന്നു. സുമയ്യ പൊന്നാംകടവൻ, A ഷരീഫ്, മുജീബ് റഹ്മാൻ പുലത്ത്, റോഷ്നി ജോ, C സൂര്യപ്രകാശ്, കൽപ്പന TK, അസ്കർ ഉപ്പൂടൻ, സ്റ്റീഫൻ ചാണ്ടി, P മുഹമ്മദ് ഷാഫി, KV ജോഷി, P ഫൈസൽ, RI രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ സംരക്ഷണത്തിനും നീതിന്യായ സേവനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലെയും പുതിയ അംഗങ്ങൾ ഔദ്യോഗികമായി ചുമതലയേറ്റു. തവനൂരിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓഫീസിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ ആറ്റാശ്ശേരിയുടെ സാന്നിധ്യത്തിൽ കമ്മിറ്റിയുടെ ചെയർമാനായി A മമ്മുവും അംഗങ്ങളായി P പ്രസന്ന, അഡ്വക്കേറ്റ് KT ബീഗം, അഡ്വക്കേറ്റ് KS ഫനൂജ, A സതീഷ് എന്നിവർ ചുമതലയേറ്റു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായി ശ്രീജ പുളിക്കൽ, അഡ്വക്കേറ്റ് MT ഷബു ഷബീബ് എന്നിവരും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഓഫീസിൽ വെച്ച് ചുമതലയേറ്റു. ചുമതല ഏറ്റെടുത്ത കമ്മിറ്റി അംഗങ്ങൾ കളക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടർ VR വിനോദിനെ സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.